ഹായ് ഹലോ നമസ്കാരം. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടു കുറച്ച് വൈകിപ്പോയി റിവ്യൂ പറയാനായിട്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ്. ആദ്യമായി തന്നെ പറയട്ടെ, ദിലീപേട്ടൻ്റെ ഒരുപാട് സിനിമകൾ റീസെൻ്റായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഇവിടെ രണ്ട് തരം ആളുകളാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ദിലീപേട്ടന് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ദിലീപേട്ടൻ എത്ര നല്ല സിനിമ അല്ലെങ്കിൽ ഒരു അവറേജ് സിനിമ ഉണ്ടെങ്കിൽ പോലും അത് മാക്സിമം അത് വിജയിപ്പിക്കാതിരിക്കാൻ നോക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ. ഇല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ ഒരു എവറേജ് സിനിമ കിട്ടിയാൽ തന്നെ അത് ഹിറ്റാക്കാൻ ആഗ്രഹമുള്ള ആളുകൾ. ഈ രണ്ട് തലമുറകൾക്കിടയിലേക്കാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങി ചെന്നിട്ടുള്ളത്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഡയറക്ടറായിട്ടുള്ളത് ബിൻഡോ സ്റ്റീഫനാണ്. ബിൻഡോ സ്റ്റീഫൻ്റെ ആദ്യ സിനിമയാണ്. പുള്ളിക്കാരൻ രണ്ട് മൂന്ന് സിനിമയ്ക്ക് അദ്ദേഹം അസിസ്റ്റൻ്റായിട്ട് ഡയറക്ടറായിട്ട് പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷാരിസ് മുഹമ്മദ് പുള്ളിക്കാരനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ളത്. പുള്ളിക്കാരൻ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, ക്യൂൻ എന്നൊക്കെയുള്ള സൂപ്പർ ഹിറ്റ്, ജനഗണമന അടക്കമുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ റൈറ്ററാണ്. മലയാളി ഫ്രം ഇന്ത്യ സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു റൈറ്റർ എന്ന രീതിയിൽ പുള്ളിക്കാരൻ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. തിരക്കഥയുടെ ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ പറയുന്നത് ദിലീപേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ദിലീപേട്ടൻ്റെ ഒരു അവറേജ് സിനിമ കിട്ടിയാൽ തന്നെ ഹിറ്റ് അടിക്കാൻ ശേഷിയുള്ള കപ്പാസിറ്റി പുള്ളിക്കാരൻ ഇന്നും ഉണ്ട്, അന്നുണ്ട്. അതിൽ യാതൊരു മാറ്റമില്ല. ദിലീപേട്ടനിലേക്ക് വരുമ്പോൾ, സിനിമയിലേക്ക് വരുമ്പോൾ ദിലീപേട്ടൻ്റെ ഒപ്പം തന്നെ ഇതിൽ സിദ്ദിഖ, ബിന്ദു പണിക്കർ, ഇവരാണ് അച്ഛൻ അമ്മ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. വളരെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. സിദ്ദിഖ നമുക്കറിയാം, പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു എന്തെങ്കിലും ചെറിയൊരു വേഷം കിട്ടിയാൽ തന്നെ അടിപൊളിയാക്കും. ഒരുപാട് ദിലീപേട്ടൻ സിദ്ദിഖ കോംബോ ഒക്കെ, സിദ്ദിഖ എവിടെ ഇട്ടാലും ഏത് ചെളിക്കുണ്ടിലും കയറി വരുന്ന ആളാണ്. അതുപോലെ തന്നെ ഇതിൽ പുള്ളിക്കാരൻ്റെ ചില മാനറിസങ്ങളൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. ബിന്ദു പണിക്കർ പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒന്ന് അടിപൊളിയായിട്ട്, ഫസ്റ്റ് ഹാഫിൽ ബോറാന്നല്ല പറയുന്നത്, സെക്കൻഡ് ഹാഫിൽ ഒരു പഴയ ബിന്ദു പണിക്കർ നമുക്ക് കാണാൻ സാധിച്ചു. ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ദിലീപേട്ടൻ ഒരുപാട് ഇങ്ങനത്തെ ക്യാരക്ടർ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവി ക്യാരക്ടർ ഏക്കറിൽ ഇതൊരു ക്യാരക്ടറാണ്. ഒരു കല്യാണം കഴിക്കാത്ത ഒരു ബാച്ചിലറായിട്ട് ഒരാളാണ്. അതുപോലെ തന്നെ ജിത്തു ജോസഫിൻ്റെ നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയിലും ഇതേ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ അങ്ങനെ ആ ഒരു സെയിം ക്യാരക്ടർ ആണെങ്കിലും അതിനെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് പുള്ളിക്കാരത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പല കോമഡികളും കയ്യടിയാണ്. അപ്പോൾ ഏതൊരു റിവ്യൂർ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഞാൻ മാത്രം എനിക്ക് ചിരിക്കാൻ സാധിച്ചില്ല, അദ്ദേഹത്തിന് മാത്രം പ്രശ്നമായിരിക്കാം. എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കൾ, നമ്മളെപ്പോഴും ഒരു സിറ്റുവേഷൻ കോമഡി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി എളുപ്പമാണെങ്കിൽ പോലും അത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ആരൊക്കെ പ്രേക്ഷകരൊക്കെയല്ല പറയുന്നത്, ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് അവർ ചിലപ്പോൾ സിറ്റുവേഷൻ കോമഡി ഇഷ്ടപ്പെടില്ല. അവർക്ക് വേണ്ട കോമഡി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ 80s കോമഡി ആയിരിക്കാം, ചിലപ്പോൾ 90s കോമഡി ആയിരിക്കാം, ചിലപ്പോൾ 2K കോമഡി ആയിരിക്കാം. അങ്ങനെ ഒരു എന്താ പറയുക, കാലത്തിനനുസരിച്ച് സഞ്ചരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഒരിക്കലും നമ്മുടെ സിനിമയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ നല്ല ക്ലാസിക് സിനിമകൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്, അത് കാണാൻ ആളുകളുണ്ടല്ലോ. എത്രയോ സിനിമകൾ ഇനിയും വരാൻ പോകുന്നുണ്ട്, ഇതുപോലെ സിനിമകളൊക്കെ, ഹിസ്റ്റോറിക്കൽ സിനിമകളൊക്കെ തന്നെ. ശാഠ്യങ്ങൾ ഒരിക്കലും നമ്മൾ മലയാള സിനിമയ്ക്കോ മേലെയുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെ ആരും കാണരുത്. പലരും പറയുന്നത് കിട്ടും. പ്രത്യേകിച്ച് ദിലീപേട്ട സിനിമയോണ്ടായിരിക്കാം അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യുന്നത്. വട്ടേവർ പോട്ടെ, അത് നമ്മുടെ കാര്യമല്ല. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ, സിനിമയിൽ ഇതുപോലെ ഒരു ആദ്യപതി സിനിമ തുടങ്ങുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ദിലീപേട്ടൻ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ചെറിയ വേഷമുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. പുള്ളിക്കാരൻ അങ്ങനെ ജസ്റ്റ് വന്ന് കണ്ടു പോയി, കല്യാണം കഴിച്ചു, പെണ്ണ് കെട്ടി, കുട്ടികളൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ പോയി. ദിലീപേട്ടൻ ഇങ്ങനെ ഇതുപോലെ ഒരു കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയിൽ 1-2 പെൺകുട്ടികൾ ആദ്യ പകുതി വരെ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതൊന്നും അദ്ദേഹത്തിന് സക്സസ് ആവുന്നില്ല. അതൊരു ഭയങ്കരമായിട്ടൊരു കോമഡി ഫിലിമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് പടം വലിയ ക്ലിക്കായില്ലെങ്കിൽ അതിനുശേഷം പടം ട്രാക്കായി. ഇൻട്രോയിൽ വരെ എല്ലാവർക്കും കൈയടിക്കാനും ചിരിക്കാനും എല്ലാം ഉള്ള ഈ പരിപാടികൾ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ സിനിമയുടെ ഈ ചിരി എന്നുള്ളത് ചിന്തിക്കാനും അതുപോലെ തന്നെ കരയാനൊക്കെയുള്ള ആ ഒരു പോർഷനിലേക്ക് ഈ സിനിമ മാറിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ റൈറ്റർക്ക് ഒരു പിഴ വന്നിട്ടുള്ളത്. ഇതിൽ സ്ക്രിപ്റ്റ് തിരക്കഥ കുറച്ച് പാളിപ്പോയിട്ടുണ്ട്. കാരണം അത് ജിൻഡോ എന്ന് പറയുന്ന ആളുടെ, ബിൻഡോ സ്റ്റീഫൻ്റെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ഈ റൈറ്റർ ഷാനീസ് പുതിയ ആളൊന്നുമല്ല, എക്സ്പീരിയൻസ് ആയിട്ടുള്ള റൈറ്ററല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. തിരക്കഥ അത് കുറച്ച് ഓടിച്ചു വിട്ട പോലെ തോന്നി. അത് പെട്ടെന്ന് പറഞ്ഞു കഴിപ്പിക്കണം എന്നുള്ളൊരു വാശി ഉള്ള പോലെ തോന്നി. കാരണം ഇത് ഇത്രമാത്രം സോഷ്യലായിട്ട് ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് ഒരു വലിയൊരു ഭാരമുള്ള ഒരു കഥയും തിരക്കഥയൊന്നുമല്ല. സെക്കൻഡ് ഹാഫിൽ ഇത് ദിലീപേട്ടന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വ്ളോഗറായിട്ടുള്ള ഒരു ലേഡിയെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വിചാരിക്കും ഇത് കുറച്ച് ബോൾഡാന്ന്. ആ ലേഡിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ചിഞ്ചു റാണി എന്നാണ് ആ സിനിമയ്ക്കകത്ത് ആ ഒരു ആക്ട്രസിൻ്റെ പേര്. ഒറിജിനൽ പേര് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഭയങ്കര ബോൾഡാണ്. കാരണം ഭയങ്കര ഒരു വ്ളോഗർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഹലോ ഗായ്സ്, ആ പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്.
അപ്പോൾ അത് ആദ്യം കുറച്ച് ബോൾഡായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് ആ ഒരു ക്യാരക്ടറിന് വേണ്ടത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ബോറാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു പുതിയൊരു ആക്ട്രസ്സാണ്, ഒരു പുതുമുഖ നടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പക്ഷേ പ്രത്യേകിച്ച് ദിലീപേട്ടൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദിലീപേട്ടൻ്റെ ഒപ്പം ഒക്കെ ഒരു മമത ഒക്കെ നിന്ന പോലെ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കട്ടക്ക് ദിലീപേട്ടൻ്റെ ഒപ്പം പക്കയിട്ട് പലപ്പോഴും ദിലീപേട്ടൻ തന്നെ സൈഡാക്കിയിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. അത് രസമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇതുപോലെ ദിലീപേട്ടനെ കല്യാണം കഴിക്കുന്നതും പിന്നെ അതിനുശേഷം നടക്കുന്ന കുറച്ച് ഇമോഷൻസാണ് പിന്നെ ഈ സിനിമയിലുള്ളത്. കാരണം അതിൽ ഈ ക്ലൈമാക്സിൽ ഈ ഉർവശി മേഡം പറയുന്നുണ്ട്, കാരണം നമ്മുടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളും സാമൂഹ്യ മാധ്യമങ്ങളെയൊക്കെ നിരോധിച്ചാലും കേരളത്തിൽ ഒരിക്കലും നിരോധിക്കില്ല, ആരുടെയും വായടപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഗംഭീര കൗണ്ടറാണ്. ഉർവശി ചേച്ചിയുടെ 5 മിനിറ്റ് സീനുള്ളൂ. അത് സ്പോയിലറൊന്നുമല്ല, അത് പലർക്കും അറിയുന്നുണ്ടായിരിക്കാം. ഗംഭീര സീനാണ്. ഉർവശി ചേച്ചി വന്നിട്ട് അത് ഒന്ന് രണ്ട് പെടപടച്ച് പോയിട്ടുണ്ട്. അത് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. വ്ളോഗേഴ്സിനും സോഷ്യൽ മീഡിയയ്ക്ക് നന്നായിട്ട് ആ ഡയലോഗ് കൊണ്ടിട്ടുണ്ട്. രസമായിട്ട് പുള്ളിക്കാരത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെയുള്ള ഒരു ചെറിയൊരു താക്കീതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കുള്ളൊരു ഒരു താക്കീത് മാത്രമല്ല, അവർക്കുള്ളൊരു ഒരു ഉപദേശം കൂടിയാണ്, അവർക്കുള്ളൊരു ഊർജ്ജം എല്ലാം കൊണ്ട് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. എത്രത്തോളം ഇതിൽ അതിൻ്റെ ക്ലൈമാക്സിൽ തായ്ലൻഡിലും വേറൊരു പരിപാടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ പിന്നെ അതുപോലെ മഞ്ജു പിള്ള ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഗംഭീര ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സനൽ ദേവിൻ്റെ മ്യൂസിക്, അത് ഞാനത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ട്രെയിലറിൽ കണ്ട പോലെയുള്ള മ്യൂസിക്, ട്രെയിലറിൽ ആ സിനിമ നമ്മൾ കാണുമ്പോൾ നമ്മൾ ദിലീപേട്ടൻ്റെ ഒരു പോർഷൻ നമുക്കറിയാം. പുള്ളിക്കാരൻ പറഞ്ഞതാണ്, എല്ലാവർക്കും എൻ്റെ ലൈഫ് ഒരു തമാശയാണ് സാറേ, പക്ഷേ എനിക്കെൻ്റെ ജീവിതം തമാശയല്ലെന്ന് പറയുന്ന ഒരു പോർഷനിൽ സനൽ ദേവ് കൊടുക്കുന്ന ഒരു മ്യൂസിക് ഉണ്ട്. ഭയങ്കര ഡെപ്തുള്ളൊരു മ്യൂസിക്കാണ്. പക്ഷേ അത് ഈ സിനിമയിൽ പലയിടത്തും പുള്ളിക്കാരൻ പിശുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് പൊട്ടിക്കണം. പൊട്ടിൻ്റെ അവസാനം പൊട്ടിച്ച് കൊടുത്താൽ ആൾക്കാർക്ക് ഇമോഷണലായിട്ട് ഇത് രസമുള്ള ആൾക്കാർ കരയിപ്പിക്കണം. ആക്ട്രസ് ഇന്ന് പെർഫോം ചെയ്യുന്നുണ്ട്, ആളുകൾ പെർഫോം ചെയ്യുന്നത്, അതനുസരിച്ച് നിങ്ങൾ സ്കോർ ചെയ്യൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് പിശുക്കിയിട്ടുണ്ട് നിങ്ങൾ തന്നെ സനൽ ദേവ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞിട്ടില്ല, ലിസ്റ്റൻ സ്റ്റീഫനാണ് പ്രൊഡ്യൂസർ. രസമായിട്ടുള്ള ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള പ്രൊഡ്യൂസറാണ്, ഹിറ്റ് മേക്കറായിട്ടുള്ള പ്രൊഡ്യൂസറാണ്. പിന്നെ ഇതിൽ പറയുന്നത്, അപ്പോൾ നിങ്ങൾ ഈ സിനിമ ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു പടമാണ്. കുറച്ച് ഇമോഷൻ ആയിട്ടുള്ള പടമാണ്. നിങ്ങൾക്ക് ചിരിക്കാൻ, ചിന്തിപ്പിക്കാൻ, കരയാനുള്ള എല്ലാ വകയും ഈ സിനിമയിലുണ്ട്. ഒരു പക്ക ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു ഫാമിലി ഫീൽ ഗുഡ് ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫാമിലി ആസ് എ ഫാമിലി നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഒരുവിധം ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ബുക്കിംഗ് കാണുമ്പോഴും ഇതിൻ്റെ തിരക്ക് കാണുമ്പോഴും ഒരുപാട് സിനിമയൊക്കെ മാറ്റി വെച്ചിട്ട് പല സ്ക്രീനിലും ഈ സിനിമ, ഇപ്പോൾ എല്ലാ സിനിമയും ഇറങ്ങിയത് എല്ലാം നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ബുക്കിംഗ് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദിലീപേട്ടൻ ആക്ച്വലി പുള്ളിക്കാരൻ 150ാമത്തെ സിനിമയാണ്. ജനപ്രിയ നായകൻ പുള്ളിക്കാരൻ എവിടെയും പോവില്ല. ഡെഫിനറ്റ്ലി അദ്ദേഹം ബാക്ക്, അത് യാതൊരു തർക്കവുമില്ല. നല്ല പെർഫോമൻസ് ആണ് ദിലീപേട്ടൻ, ബിന്ദു പണിക്കർ, സിദ്ദിഖ, മഞ്ജു പിള്ള, ക്ലൈമാക്സിൽ ഉർവശി, പിന്നെ ആക്ട്രസ് പേരറിയില്ല, പുള്ളിക്കാരത്തെയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടുവരാം. താങ്ക് യു.